ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ 6ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അപ്പോൾ മലയാളി മെമ്മോറിയൽ മുതൽ ഉപ്പ് സത്യാഗ്രഹം വരെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള അതേ ഓർഡറിലാണ് നമ്മളിന്ന് ക്ലാസ്സുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അത് സിലബസിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ എന്താണ് പലർക്കും അറിയുന്നുണ്ടാവും. അതായത് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായിട്ടുള്ള പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നൊരു സംഭവമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഈ മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് G.P. പിള്ളയാണ്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അപ്പോൾ ആ ഒരു വർഷവും ഡേറ്റൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിനാണ്, അന്നത്തെ രാജാവായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക്, തിരുവിതാംകൂറുകാർക്ക് നല്ല ജോലിയൊക്കെ കിട്ടുക, സർക്കാർ ജോലികളിൽ അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതായിരുന്നു. 10,028 പേര് ഒപ്പിട്ട ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. അത് സമർപ്പിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർക്കാണ്? ശ്രീമൂലം തിരുനാൾ രാജാവിനാണ് അത് സമർപ്പിച്ചത്. ശ്രീമൂലം തിരുനാളിനാണ്. 10,028 പേര് ഒപ്പിട്ട ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയലായിട്ട് സമർപ്പിച്ചത്. അതിൽ ആദ്യം ഒപ്പുവെച്ചത് K.P. ശങ്കരമേനോനാണ്. K.P. ശങ്കരമേനോൻ. മൂന്നാമതായിട്ട് ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ദിവാൻ ആരായിരുന്നു? ടി രാമറാവു. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എഡ്ലി നോർട്ടൺ. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനുണ്ടായിരുന്നു. ആ സാഹിത്യകാരനാണ് C.V. രാമൻപിള്ള. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് C.V. രാമൻപിള്ള തൻ്റെ എഡിറ്റോറിയലിൽ എഴുതിയ പത്രം ഏതാണ്? എഡിറ്റോറിയൽ എഴുതിയ പത്രം മിതഭാഷിയാണ്. മലയാള മെമ്മോറിയലിനെ കുറിച്ച് എഴുതിയത് C.V. രാമൻപിള്ള എഴുതിയ പത്രം മിതഭാഷി. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക്. തിരുവിതാംകൂറുകാർക്ക് എന്നൊരു ലഘുലേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അത് എഴുതിയത് ബാരിസ്റ്റർ G.P. പിള്ളയാണ്. ഇനിയൊരു എതിർ മെമ്മോറിയൽ, അതായത് മലയാളി മെമ്മോറിയലിന് അതിനോട് താല്പര്യമില്ലാത്തവർ ആ ഒരു മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കുറച്ച് തമിഴ് ബ്രാഹ്മിൺസ്, അതുപോലെ ക്രൈസ്തവ മലയാളികൾ, കുറച്ച് ഹിന്ദു മലയാളികൾ, അങ്ങനെ കുറച്ച് വിഭാഗക്കാർ ചേർന്നുകൊണ്ട് ഒരു ഒപ്പിട്ടിട്ട് ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിച്ചു. അപ്പോൾ അത് മലയാളി മെമ്മോറിയലിന് എതിരായിരുന്നു. ഇതിനെയാണ് നമ്മൾ എതിർ മെമ്മോറിയൽ എന്ന് പറയാം. ഈ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജൂൺ 3 ഓക്കെ. ഇനി എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയവരാണ് E. രാമയ്യർ, രാമനാഥൻ റാവു. അടുത്തത് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്നാണ് കേട്ടോ ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്നത്. ഇനി 13,176 പേരാണ് ഈ ഒരു ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്. ഇനി ഈ ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചത് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു മെമ്മോറിയൽ സമർപ്പിച്ചത്. ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കേണ്ട സമയത്തെ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബയ്യാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ. നമ്മൾ നേരത്തെ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ ആ സമയത്തുള്ള ദിവാനെ കുറിച്ച് പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോയെന്നൊന്ന് നോക്കൂട്ടോ. ഓർമ്മയില്ലെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി പഠിക്കണേ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാനാണ് ശങ്കര സുബയ്യ. ഇനി ഈ ഈഴവ മെമ്മോറിയൽ 2 പ്രാവശ്യം സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം സമർപ്പിച്ചത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 1896 സെപ്റ്റംബർ 3 രണ്ടാം ഈഴവ മെമ്മോറിയൽ, അതാണ് സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1900. ഈ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. ഒന്നാമത്തേത് നമ്മുടെ ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്.
ഇനി നമ്മുടെ സിലബസിൽ ഈഴവ മെമ്മോറിയൽ കഴിഞ്ഞാൽ അടുത്ത് കിടക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പേരാണ്. അപ്പോൾ അതാണ് സിലബസിലുള്ളത്, അതുകൊണ്ടാണ് അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ കേരളൻ എന്ന പേരിൽ ഒരു മാസികയുണ്ട് കേട്ടോ, അത് നമ്മൾ പിന്നീട് പോയിന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1878 മെയ് 25 ജന്മസ്ഥലം നെയ്യാറ്റിൻകരയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ഡേറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയ ദിവാൻ ആരായിരുന്നു? പി രാജഗോപാലാചാരി. ഇനി അദ്ദേഹത്തെ നാട് കടത്തിയ സ്ഥലം ഏതാണ്? തിരുനെൽവേലി. തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാനായിരുന്നു പി രാജഗോപാലാചാരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വിരുദ്ധ പ്രവർത്തനങ്ങൾ അതൊന്നും ഇഷ്ടപ്പെടാതെ രാമകൃഷ്ണപിള്ള അദ്ദേഹത്തെ വിമർശിച്ച് ഒരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ആ മുഖപ്രസംഗത്തിൻ്റെ പേരാണ് ഗർഹ്യമായ നടത്തം. ഓക്കെ. ഇനി പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. അത് രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ്. ഓക്കെ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്, വൃത്താന്ത പത്രപ്രവർത്തനം. അത് പത്രപ്രവർത്തനത്തെക്കുറിച്ചിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ പുസ്തകം കൂടിയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ പറയാണ്, നമ്മൾ ഈ വീഡിയോയിൽ ഒന്നും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതിയാവും. ഓക്കെ. ഇനി ആത്മപോഷിണി, അതായത് നാട് കടത്തിയതിന് ശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുത്തിരുന്നു. ആ പ്രസിദ്ധീകരണത്തിൻ്റെ പേരാണ് ആത്മപോഷിണി. ഇനി നമ്മൾ നേരത്തെ കേരളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളൻ എന്ന പേരിൽ ഒരു മാസിക ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ മാസിക ആരംഭിച്ചതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്നെയാണ്. രാജാധികാരം പ്രജകളാൽ ദത്തമാണെന്ന് കേരളൻ എന്ന മാസികയിലൂടെ ഉദ്ഘോഷിച്ച വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മലയാളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ നോവൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് കേരളൻ. ഓക്കെ. അപ്പോൾ കേരളൻ്റെ കുറച്ച് സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ, മാസികയുടെ പ്രത്യേകതകൾ. അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ നോവൽ പ്രസിദ്ധീകരിച്ചൊരു മാസികയാണ് കേരളൻ. അത് ഏതൊക്കെ കൃതികളാണെന്ന് പറയാം, ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. കെ നാരായണ ഗുരുക്കൾ രചിച്ച പാറപ്പുറം, ഉദയഭാനു എന്നീ കൃതികളാണ് രാഷ്ട്രീയ നോവലുകൾ. അതാണ് കേരളൻ എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച മാസികയാണ് സ്വദേശാഭിമാനി. ഈ സ്വദേശാഭിമാനിയുടെ സഹപത്രാധിപരായിരുന്നത് ബാരിസ്റ്റർ AK പിള്ളയാണ്. തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമായി വരുമെന്ന് മുന്നേ തന്നെ പ്രവചിച്ച നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഈ രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന വിശേഷണം നൽകിയത് മലേഷ്യൻ മലയാളികളാണ്. 1912 അങ്ങനെ ഒരു വിശേഷണം കൊടുത്തത്. മലേഷ്യൻ മലയാളികളാണ് സ്വദേശാഭിമാനി എന്ന വിശേഷണം നൽകിയത്. അതുപോലെ ബ്രിട്ടനിലെ പത്രപ്രവർത്തന ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ മലയാള പത്രപ്രവർത്തകനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം നെയ്യാറ്റിൻകര. ഇനി സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പയ്യാമ്പലം എന്ന സ്ഥലത്താണ് സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം, തിരുവനന്തപുരം പാളയം. അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. കാൾ മാർക്സ്, സോക്രട്ടീസ്, ധർമ്മരാജ നിരൂപണം, കേരള ഭാഷോൽപത്തി. പിന്നെയുണ്ട് കേട്ടോ, കുറേ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചാണ് എടുത്തത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ക്രിസ്റ്റഫർ കൊളംബസ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വാമനൻ, ബാലകലേശ നിരൂപണം, അങ്ങനെ ധാരാളം ഉണ്ട്.
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകൾ ഗോമതി. ഈ ഗോമതി എന്ന പേര് അദ്ദേഹം കൊടുത്തത് കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ടാണ് ഗോമതി എന്ന പേര് കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഗോ എന്ന് പറഞ്ഞാൽ ശ്രീ കൊച്ചിയാണ്, കൊച്ചി, മലബാർ, തിരുവിതാംകൂർ, ഇത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഗോമതി എന്ന പേര് നൽകിയത് അദ്ദേഹത്തിൻ്റെ മകൾക്ക്. ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ ബി കല്യാണിയമ്മ. വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത് ബി കല്യാണിയമ്മയാണ്. പ്രഥമ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അവാർഡ് ജേതാവ് 2002 അത് കിട്ടിയത് വി കെ മാധവൻകുട്ടി. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്ന പേരിൽ പത്രപ്രവർത്തനത്തിൻ്റെ മികവിന് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഒരു പുരസ്കാരമുണ്ട്. അതാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. ഈ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 1,00,000 രൂപയാണ്. ആദ്യ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ടി വേണുഗോപാൽ. അതുപോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മറ്റൊരു പുരസ്കാരമാണ് പ്രവാസി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പുരസ്കാരം. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ജോലികളിലും നിയമസഭയിലൊക്കെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 ഇത് ആരംഭിച്ചത്. അപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ സാമുദായിക സംവരണം ലഭിച്ചു. അപ്പോൾ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. അതുപോലെ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ് നടത്തിയത്. ഇനി അടുത്തത് നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? IC ചാക്കോ. അദ്ദേഹമാണ് നിവർത്തനം എന്ന വാക്ക് കൊണ്ടുവന്നത്, IC ചാക്കോ. ഇനി കേരള കേസരി എന്ന് പറയുന്നത് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിട്ടാണ് കണക്കാക്കുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രം കേരള കേസരി. ഇനി അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ഇത് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ഇതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് സി കേശവൻ, NV ജോസഫ്. ഇപ്പം ഞാനിവിടെ ഒരു 4 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അത് ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കന്മാരുടെ പേരുകളാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കന്മാരാണ് സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. അതിൽ ഈ സി കേശവനും NV ജോസഫും അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ നേതാക്കളായിരുന്നു. അവർ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ്. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാനാണ് ടി ഓസ്റ്റിൻ. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാൻ ടി ഓസ്റ്റിൻ. ഇനി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് 1936 തിരുവിതാംകൂർ PSC പബ്ലിക് സർവീസ് കമ്മീഷൻ. 1936 അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറിയത് ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെയുള്ള കേരള PSC ആയിട്ട് മാറിയത് 1956 കേരളം ഉണ്ടായതിനു ശേഷം. ഇനി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷണർ GD നോക്സ്. അടുത്തത് പുന്നപ്ര വയലാർ സമരം, തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. അപ്പോൾ ഈ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്ക് എതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 നടന്നത്. ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്. നമ്മുടെ ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. K ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ.
ഇതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് അമേരിക്കൻ മോഡൽ അറബിക് കടൽ. അതാണ് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുദ്രാവാക്യം. ഇതിൽ ഒരു രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ആലപ്പുഴയിലാണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഇനി പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ പശ്ചാത്തലമാക്കി രചിച്ച കുറച്ച് നോവലുകൾ, കൃതികളാണ് പറയുന്നത്. തലയോട് എന്ന് പറയുന്നത് ഒരു നോവലാണ്. അത് പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട്. അതുപോലെ ഉലക്ക, അത് പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. അതുപോലെ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വി കെ മോഹൻകുമാർ എഴുതിയ ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം, അതിന് 2018 വയലാർ അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം? എഴുതിയത് വി കെ മോഹൻകുമാർ. പുന്നപ്ര വയലാർ സമരം തന്നെയാണ് പശ്ചാത്തലം. 2018 വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി കൊച്ചി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അതിലെ തിരുവിതാംകൂറിലെ പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കൊച്ചിയാണ്. കൊച്ചിയിലെ ഇലക്ട്രിസിറ്റി സമരം വൈദ്യുത പ്രക്ഷോഭം എന്നറിയപ്പെടുന്നുണ്ട്. അത് തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അന്നത്തെ ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടി അനുവാദം നൽകി. അപ്പോൾ അതിനെതിരെ നടത്തിയ പ്രക്ഷോഭമായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം. 1936 വൈദ്യുതി പ്രക്ഷോഭം തുടങ്ങിയത്. തൃശ്ശൂർ ജില്ലയിലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിൽ ഷൺമുഖം ചെട്ടിക്ക് എതിരായിട്ടായിരുന്നു, ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടിക്ക് എതിരായിട്ടായിരുന്നു ഇലക്ട്രിസിറ്റി സമരം നടത്തിയത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത് വിതരണം ചെയ്തു എന്ന്. ആ സ്വകാര്യ കമ്പനിയുടെ പേരാണ് മദ്രാസിലെ ചാന്ദ്രി കമ്പനി. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ ഒരു സമരമായിരുന്നു വൈദ്യുതി പ്രക്ഷോഭം. ഇനി നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ളത് വേറൊരു പോയിൻ്റാണ് കേട്ടോ. അതായത് വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരുടെ പേരുകളാണ്. ആ ക്രിസ്ത്യാനികൾ എന്നുള്ളൊരു ഹെഡിങ്ങിൽ വന്ന പോലെയാണ്, പക്ഷെ അങ്ങനെയല്ല. ആ പോയിൻ്റ് എന്ന് പറയുന്നത് വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ? AR മേനോൻ, ഇക്കണ്ട വാര്യർ, ഇ ഉണ്ണി. അടുത്തതാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊച്ചി രാജ്യപ്രജാമണ്ഡലം. ഈ കൊച്ചി രാജ്യപ്രജാമണ്ഡലം രൂപീകൃതമായ വർഷം 1941 ജനുവരി 26 കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകർ S. നീലകണ്ഠ അയ്യർ, VR. കൃഷ്ണൻ എഴുത്തച്ഛൻ. ഇനി ഈ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇരിങ്ങാലക്കുടയാണ്. ഏറ്റവും അവസാനത്തെ വാർഷിക സമ്മേളനം നടന്നത് തൃശ്ശൂരായിരുന്നു. ഇനി AFW ഡിക്സൺ, അതാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചിയിലെ ദിവാനായിരുന്നു AFW ഡിക്സൺ. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നിരുന്നു. ആ വന്ന ഡേറ്റാണ് 1948. ഓക്കെ, ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ നിലവിൽ വന്നത് 1948. ഈ 1948 വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ കൊച്ചി രാജ്യപ്രജാമണ്ഡലം INCയിൽ ലയിക്കുകയുണ്ടായി 1948. അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയാണ്. കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സംഘടനയായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലം. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കന്മാരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്: ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, K. അയ്യപ്പൻ. അപ്പോൾ നമ്മുടെ സിലബസിലെ അടുത്ത ഭാഗമാണ് മലബാർ. അതിൽ ഖിലാഫത്ത് പ്രസ്ഥാനം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫ. ഈ ഖലീഫയെ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രൂപം നൽകിയൊരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ, ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കന്മാരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്: അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ്. ഇനി നമ്മൾ അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്: ഒക്ടോബർ 17. ഇനി നമുക്കറിയാം, മഹാത്മാഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ആ ഒരു വർഷമാണ്
1920. ഇനി മലബാർ കലാപം ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് കോഴിക്കോട്ടേക്ക് എത്തിയവർ ആരൊക്കെയാണ്? ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും. ഇനി ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ്. പ്രസിഡൻറ്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയായിരുന്നു. സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മലബാർ കലാപം എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു കലാപമാണ്, നടന്നൊരു കലാപമാണ് മലബാർ കലാപം. ഇനി നമ്മൾ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് പോകുന്നത്. മലബാർ കലാപം 1836 മുതൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട് കുറേ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലും അവരുടെ നികുതി പിരിക്കലും ഉയർന്ന പാട്ടം കരാറിൽ ഏർപ്പെടലും ഇങ്ങനത്തെ പല കാര്യങ്ങളുമായിരുന്നു മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായിട്ടുള്ളത്. ഇനി കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം പോലീസ് സേനയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ പോലീസ് വിഭാഗത്തിന് പറയുന്ന പേരാണ് മലബാർ സ്പെഷ്യൽ പോലീസ്. ഇനി ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ കലാപങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഈ മലബാർ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അടുത്തത്, മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് എച്ച്.വി. കനോലി. ഇനി 1921 മലബാർ കലാപകാലത്തെ അന്നത്തെ മലബാർ കളക്ടർ ആരായിരുന്നു? മലബാർ കളക്ടർ E.F. തോമസ് ആയിരുന്നു. 1921 മലബാർ കലാപകാലത്തെ കളക്ടർ E.F. തോമസ് ആയിരുന്നു. വധിക്കപ്പെട്ട കളക്ടർ H.V. കനോലി ആയിരുന്നു. 1855 മരിക്കണത് കേട്ടോ. ഇനി മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ, അത് 1921 നടന്നതാണ്. മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ അത് മാപ്പിള ലഹളയെ തുടർന്ന് സുപ്രധാനമായിട്ടുള്ള ഒന്നായിരുന്നു. മണ്ണാർക്കാട് ഏറ്റുമുട്ടൽ നടന്നത് 1921. ഇനി മലബാർ കലാപത്തിലെ പ്രധാന നേതാക്കന്മാരുടെ പേരുകളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ. ഇവർ രണ്ടുപേരുടെ പേരുകൾ പഠിച്ചു വയ്ക്കണം. ഇനി നമുക്കറിയാം, ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും ദുഃഖകരമായൊരു കാര്യമായിരുന്നു വാഗൺ ട്രാജഡി, അല്ലേ? തീവണ്ടി ദുരന്തം. വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10 നവംബർ 10. ഈ മലബാർ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചിട്ട് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ തിങ്ങി നിറച്ച് പോയതുകൊണ്ട് തന്നെ അവർ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകും വഴി ശ്വാസം മുട്ടി 72 പേര് മരിക്കുകയാണ് ഉണ്ടായത്. ഇത് റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനുണ്ട്, അതായത് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് പോത്തന്നൂർ സ്റ്റേഷൻ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് MSMLV 1711. ഇത് ഒരു നമ്പറാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നമ്പറാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണിത്, ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ. ഇനി ഈ ഒരു വാഗൺ ട്രാജഡിയെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. ഇതിൽ 72 പേരാണ് ശ്വാസം മുട്ടിയെന്ന് മരിച്ചത്. ഇനി ഈ ഒരു വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. ഇനി വാഗൺ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെൻറ് അന്ന് അനുവദിച്ച നഷ്ടപരിഹാര തുക എത്രയാണെന്ന് അറിയണ്ടേ? 300 രൂപയാണ്. പിന്നെ ഇത് നമ്മൾ മലബാർ പോരാട്ടങ്ങൾ, മലബാർ ലഹളയെക്കുറിച്ച് പറഞ്ഞു തരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് വിട്ടുപോയൊരു പോയിൻ്റാണ് കേട്ടോ. മലബാർ പോരാട്ടങ്ങൾ നടന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളാണ്. കോഴിക്കോട് ഇതിൽ വിട്ടിട്ടുണ്ട്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലാണ് മലബാറിലെ പോരാട്ടങ്ങൾ അന്ന് നടന്നത്. ഇനി മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന 1921 മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്നൊരു സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് എന്താ പറയുക ഇങ്ങനെയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനായിട്ട് ഇടയാക്കിയത്. അത് പൂക്കോട്ടൂരിലാണ് 1921 ഓഗസ്റ്റിലാണ്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ഹിച്ച്കോക്ക്. അതുപോലെ അടുത്ത പോയിന്റ്, 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചെന്നമ്മ. മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ പോരാടിയ വനിതയാണ് കമ്മത്ത് ചെന്നമ്മ. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാട് കടത്തിയിരുന്നു. നാട് കടത്തിയ സ്ഥലങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ, ബോട്ടണി ബേ, ഓസ്ട്രേലിയയിലുള്ള ബോട്ടണി ബേ, ആൻഡമാൻ നിക്കോബാർ ബോട്ടണി ബേ. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയെന്ന കാരണത്താൽ ബ്രിട്ടീഷുകാർ വധശിക്ഷയ്ക്ക് വിധിച്ച നേതാക്കളാണ് അലി മുസ്ലിയാർ, കുഞ്ഞഹമ്മദ് ഹാജി. അലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ഇനി മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയ ആളാണ് TL സ്ട്രെയിഞ്ച്. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രെയിഞ്ച്. ഇനി അടുത്തത് ഉപ്പ് സത്യാഗ്രഹമാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്. 1930 ഏപ്രിൽ 13-ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങളായിരുന്നു പയ്യന്നൂരും ബേപ്പൂരും. പയ്യന്നൂർ കണ്ണൂർ ജില്ലയിൽ, ബേപ്പൂര് കോഴിക്കോട് ജില്ലയിൽ. ഇനി ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു കേരളത്തിൽ നേതൃത്വം നൽകിയത് കേളപ്പൻ, മാധവൻ നായർ, അതുപോലെ മൊയ്തു മൗലവി. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് മുഹമ്മദ് അബ്ദുറഹ്മാനും P കൃഷ്ണപിള്ളയും. P കൃഷ്ണപിള്ള. ഇനി കേരളത്തിൽ കേന്ദ്രം പയ്യന്നൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നത്. രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂർ അറിയപ്പെടുന്നത്. രണ്ടാം ബർദോൾ. കേളപ്പനായിരുന്നു പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പാലക്കാട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. ഇനി ഉപ്പ് സത്യാഗ്രഹം നടത്തി നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയായിരുന്നു PC കുഞ്ഞിരാമൻ അടിയോടി. ഇനി വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ്? അത് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണ്. വരിക വരിക സഹചര്യ എന്നത് ആരാണ് എഴുതിയത്? അംശി നാരായണപിള്ളയുടെ വരികളാണിത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ 32 പേരാണ് ഉണ്ടായത്. 32 പേര്. അതിൽ കേളപ്പൻ അറസ്റ്റ് വഹിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഉളിയത്ത് കടവ് പയ്യന്നൂർ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ സിലബസിലെ ആദ്യത്തെ പാർട്ട് കേരള ചരിത്രം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ 6 ദിവസം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നാളെ 7ാമത്തെ ദിവസം നമ്മൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കണം. അതായത് ഈ കേരള ചരിത്രത്തിൽ ആദ്യം മുതൽ നമ്മൾ പഠിച്ച, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടാവുക Day 1. അപ്പോൾ Day 1 തൊട്ടിട്ട് Day 6 വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ പഠിക്കാനുള്ള സമയമാണ് Day 7 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ 100 days ചലഞ്ചിൽ അതെങ്ങനെ നടത്തണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. അത് പ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറയാനുള്ളത്, നമ്മൾ ഇതിൻ്റെ കൂടെ SCERT പഠിക്കുന്നുണ്ട്. അപ്പോൾ SCERT നിങ്ങൾ ഓരോ ചാപ്റ്റർ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഞാനത് എല്ലാ SCERTയുടെയും ലിങ്കുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സമയം കിട്ടുന്ന അനുസരിച്ച് ഞാനത് ക്രിയേറ്റ് ചെയ്ത് ഇടാം. അപ്പോൾ നിങ്ങൾ വേറെ ഏത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും എല്ലാ ദിവസവും ഓരോ SCERT ചാപ്റ്റർ അത് ഒരറ്റത്ത് നിന്ന് തുടങ്ങാനായിട്ട് ശ്രമിക്കണം. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. സമയം കിട്ടുന്ന അനുസരിച്ച് ഞാനത് അപ്ഡേറ്റ് ചെയ്ത് ഇട്ടോളാം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് രാവിലെ ഇടാം. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്യാനാണ് നാളെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇത് ചോദ്യമായിരുന്നല്ലോ എന്ന് ഓർക്കുക, എന്നിട്ട് പഠിക്കുക.
അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.